ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗും അതിനോടൊപ്പം തന്നെ ഒരു കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് രാവിലെ ഞാൻ കുളിച്ചിട്ടൊക്കെയാണ് അടുക്കളയിൽ കയറിയത്. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. മറ്റൊന്നുമല്ല, ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനുള്ള ഒരു തിരക്കിലാണ്. എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേക്ക് അവൻ എറണാകുളത്തും ഞങ്ങളിവിടെയുമായിരിക്കും. ഒരുപാട് കാലം കൂടിയാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള ഒരു ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ അത് ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കാമെന്ന് കരുതി. ഞാൻ ഇന്നലെ തന്നെ ഒരു ചെറിയ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അമ്പലത്തിൽ നിന്ന് നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു സദ്യയും കൂടെ ഉണ്ടാക്കാമെന്നാണ് എൻ്റെ പ്ലാന്. നടക്കുമോയെന്നറിയത്തില്ല. ഞാൻ നേരത്തെ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ അന്ന് നമുക്ക് അമ്പലപ്പുഴ അമ്പലത്തിൽ പോകണമെന്ന്. അമ്പലപ്പുഴ അമ്പലം ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, എങ്കിലും പോകാമെന്ന് കരുതി. നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ സദ്യ ഉണ്ടാക്കും, ഇല്ലാന്നെങ്കിലൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ കൂട്ടത്തിൽ അമ്പലത്തിൽ പോകാൻ കാത്തു ഉണ്ടായിരുന്നു. കാത്തു എന്ന് പറയുന്നത് എൻ്റെ ആങ്ങളയുടെ മോളാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഒരു 9:30 മണി 9:45 ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ അമ്പലത്തിലെത്തി. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. ഞാൻ ഫസ്റ്റ് ടൈം അമ്പലപ്പുഴ അമ്പലത്തിൽ വരുന്നത്. പലതവണ വിചാരിച്ചിട്ടുണ്ട് വരണമെന്നൊക്കെ, പക്ഷേ നടന്നിട്ടില്ല. ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അതിനുള്ള നിയോഗം ഉണ്ടായത്. അങ്ങനെ തൊഴുത് വഴിപാടുകളൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കിന് സമയം ഏതാണ്ട് 11 മണിയായി. പക്ഷേ പാൽപ്പായസം കിട്ടാൻ 1 മണി കഴിയുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നിട്ട് എങ്ങനെയാണ് പാൽപ്പായസം മേടിക്കാതെ പോകുന്നത്? അതുപോലെ അമ്പലപ്പുഴ പാൽപ്പായസം വളരെ ഫേമസും അല്ലേ. അപ്പോൾ അത് മേടിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഭയങ്കര ക്യൂ ആയിരുന്നു. അങ്ങനെ ക്യൂവിൽ നിന്ന് പായസം കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ സമയം 1:45 കഴിഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കിന് സമയം 3 മണി. അങ്ങനെ സദ്യയുടെ പരിപാടി ക്യാൻസൽ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒന്ന് ചെറിയ രീതിക്കൊന്ന് ആഘോഷിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ലായിരുന്നു. ഞാനും മോനും അവനും പിന്നെ നാത്തൂനും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കേക്കൊക്കെ കട്ട് ചെയ്ത് കൊച്ചുങ്ങൾക്കൊക്കെ കൊടുത്തു. കൊച്ചുങ്ങളാണെങ്കിൽ ഏതാണ്ട് കാർഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട്. പിന്നെ ഡയറി മിൽക്കും ഒക്കെ ഗിഫ്റ്റായിട്ട് അവന് കൊടുത്തു. അതിനുശേഷം പിള്ളേരവിടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവിടെ തകർക്കുകയായിരുന്നു. അപ്പോഴേക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ ഒന്ന് കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഞാനും അവളും. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്. ഞാനും അവനും കഴിച്ചില്ല. ഉച്ചയ്ക്ക് കഴിച്ചത് അല്പം ഹെവി ആയി പോയതുകൊണ്ട് ഞാനും അവനും വൈകിയാണ് കഴിച്ചത്. നിനക്ക് വെറുതെ അല്ലടാ അവിടെ കിട്ടുന്നത്. നിറകെ കേട്ടല്ലേ വലിച്ച്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരുടെ മുറ്റത്തിരുന്ന് കുറച്ച് നേരം കത്തിവെച്ചു. കുട്ടികൾ അവിടെ ഓടിക്കളിക്കുന്നതിൻ്റെ ഇടയിൽ കാത്തു മറിഞ്ഞ് വീണ് തലയൊക്കെ മുഴച്ച് പിന്നെ ഐസൊക്കെ വെച്ച് ഓക്കെയായി. അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇത്രയൊക്കെയായിരുന്നു ബർത്ത്ഡേ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടും അറിയിക്കണേ. ഇനി നമുക്ക് കേക്കിൻ്റെ റെസിപ്പി കാണാം. തന്നെ നമുക്ക് കേക്കിന് വേണ്ട ബേക്കിംഗ് ട്രേ തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ ഒരു പാനാണ്. അത് നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ് 200 ml കപ്പിന്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് 3 തവണ നന്നായി അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയ്ക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായി നമുക്ക് പൊടിച്ചിട്ട് വരാം. അങ്ങനെ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പഞ്ചസാര ചേർത്തൊന്ന് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1/4 കപ്പ് ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഓയിൽ ചേർത്തൊന്ന് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൈനാപ്പിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് പൈനാപ്പിൾ എസൻസ് ചേർത്തത്. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ റിങ് ഇട്ട് കൊടുത്താണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്യരുത്, നമ്മുടെ ബാറ്റർ താന്നു പോകും. ഇനി നമുക്കതിലേക്ക് ഇളം ചൂടുള്ള 1/4 കപ്പ് പാലൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. ഈ ബാറ്റർ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് ഇത് ഇറക്കി വെച്ച് 25 തൊട്ട് 30 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിനിടയിലായിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്കായോന്നൊന്ന് നമുക്കൊരു സ്ക്വയർ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബട്ടർ പേപ്പറൂടെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ച് തണുക്കാനായി മാറ്റി വയ്ക്കുന്നുണ്ട്. അതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിനി വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്.
ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു വലിയ നൈഫ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് ഞാനൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഒരല്പം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഏറ്റവും അടിയിലായിട്ട് വെക്കുന്നത്. അത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. അതൊരു പാലറ്റ് നൈറ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ലെയറും ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം സൈഡിലൂടെ ഒന്ന് ക്രീം തേച്ച് അങ്ങനെ കേക്ക് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ക്രീമിലേക്ക് 3-4 ഡ്രോപ്സ് യെല്ലോ കളർ ആഡ് ചെയ്ത് നമുക്കൊന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഓരോ തവണയും സ്ക്രാപ്പർ ഉപയോഗിക്കുമ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷമേ കേക്കിൻ്റെ പുറത്ത് വയ്ക്കാവുള്ളൂ. ഇനി നമുക്ക് സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സൈഡ് വശം കൂടി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഫ്ലവർ നോസിൽ ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്ലവർ കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഓരോ ചെറി കൂടി വെച്ചിട്ടൊന്ന് അലങ്കരിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.